ഒ പിയിൽ അപ്പോൾ സാധാരണ എല്ലാ പേഷ്യൻസും കുറേയധികം പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഡോക്ടറെ എനിക്ക് കുളിക്കാവോ, എല്ലാ ദിവസവും കുളിക്കാവോ, എല്ലാ ദിവസവും തല നനയ്ക്കാവോ, തല നനച്ചാൽ എനിക്ക് അസുഖം കൂടുമോ, നീർവീഴ്ച ഉണ്ടാകുമോ? ഈ ചോദ്യം പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കുളി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയകളിലൊന്നാണ് കുളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കുളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർത്രൈറ്റിസുള്ള പേഷ്യൻ്റ്? അവർ ഇവരുടെ പേടിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കുളിച്ച് കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് കൂടും, സന്ധികളുടെ വേദന കൂടുമോ, നീർവീഴ്ച കൂടുമോ എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു സംശയം. അപ്പം ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഉള്ള സ്ട്രെയിറ്റ് അവേ ഉള്ള ആൻസർ. കുളിക്കുന്നതും ആർത്രൈറ്റിസിൻ്റെ ഒരു തീവ്രതയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ വളരെ ചിലർക്ക് സാധാരണ ഒരു വേദനയുള്ള ഒരാൾക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ശരി, ചൂട് ഭയങ്കര ചൂടല്ല, ഒരു മീഡിയം ചൂടിൽ കുളിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആർത്രൈറ്റിസിൻ്റെ ഒരു വേദന കുറയും. കാരണം രണ്ട് മസിൽസിൽ നീർവീഴ്ച കുറയുന്നത് കൊണ്ട് അവർ കുറച്ചുകൂടി എക്സസൈസ് ചെയ്യാനും അതിൻ്റെ ഒരു വഴക്കം കുറച്ച് കൂടുതലായിട്ട് വരും. എസ്പെഷ്യലി ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫായിട്ടിരിക്കുന്ന കൈകളൊക്കെ ആണെങ്കിൽ ചൂടുവെള്ളത്തിൽ കൈയൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആർത്രൈറ്റിസ് കുറയും. അതുപോലെ സന്ധികളിലുള്ള നീർക്കെട്ട് കുറയും, സന്ധികളിലെ വേദന കുറയും, കൂടുതൽ ഫങ്ഷനാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ആർത്രൈറ്റിസ് ഉള്ളതായിട്ട് പറയുന്നത് ചോദിച്ചാൽ, ഒന്ന് നമ്മൾ പേടിച്ചൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അത് നമ്മളെ ദ്രോഹിക്കുമെന്ന് നമുക്ക് തോന്നലുണ്ടാകും. തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി പിടിക്കുന്നു എനിക്ക് തോന്നലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പിടിക്കും. അത് തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ, നല്ല തണുത്ത വെള്ളമാണെങ്കിൽ ഡെഫിനറ്റ്ലി ആർത്രൈറ്റിസിൻ്റെ വേദന കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറച്ച് അതിൻ്റെ സ്റ്റിഫ്നെസ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ ദിവസവും കുളിക്കുന്നത് തന്നെയാണ് നല്ലത്, ഒരു സംശയമില്ല. ചൂടുവെള്ളമാണെങ്കിൽ തണുത്ത വെള്ളമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളമാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. കാരണം ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നീർക്കെട്ട് കുറയും, ശരീരത്തിൻ്റെ വഴക്കം കുറച്ചുകൂടി ബെറ്റർ ആകുകയും ചെയ്യും. അതുകൊണ്ട് പക്ഷേ കുളിക്കാതെ അങ്ങനെ ഒന്ന് രണ്ട് പേരെ ഞാൻ കണ്ടു, കുറേ ദിവസമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസവും 2 ദിവസത്തിലൊക്കെയാണ് കുളിക്കുന്നത്. കാരണം ഒരു പേടിയാണ് ആർത്രൈറ്റിസ് വന്നാൽ. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പലപ്പോഴും നമ്മുടെ സന്ധികളിൽ എവിടെയെങ്കിലും അഴുക്കൊക്കെ കെട്ടിയിരുന്ന് ആവശ്യമില്ലാതെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീര ശുചിത്വത്തിന് എപ്പോഴും കുളിക്കുന്നത് തന്നെയാണ്, ദിവസം ഒരു നേരമെങ്കിലും കുളിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ആർത്രൈറ്റിസ് അതുകൊണ്ട് കൂടുകയൊന്നുമില്ല.